പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ വളരെ അതിനിർണായകമായ അതിനിഗൂഢമായ ചില രഹസ്യങ്ങൾ റാപ്ചറിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ തന്നെ നിഗൂഢമായ രഹസ്യം, ഈ റാപ്ചറിൻ്റെ ഒരുക്കം എന്ന് പറയുമ്പോൾ മരണമാണ്. വിവിധ 4 രീതിയിലുള്ള മരണത്തെ നമ്മൾ കണ്ടു. ആ മരണത്തിൻ്റെ ഡേറ്റുകൾ, നമ്മെ ഇതിലേത് മരണമാണ് തേടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേത് മരണത്തിൽ പെടാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേത് മരണത്തിനാണ് ഒരുങ്ങേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം കാലാവസ്ഥ മോശമായി പോകൊണ്ട് അല്പം താമസിച്ചു. കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരുന്നു പ്രിയ സഹോദരരെ. എന്നാൽ അല്പം കാലാവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരികയാണ്. അതിനാൽ പ്രിയ സഹോദരരെ, നമുക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ്. നീ പ്രത്യേകം പറയുകയാണ്. ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്കോ ഉള്ള ക്ലാസ്സുകളല്ല. കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളെ രക്ഷിക്കുക, അവർ ഈശോയുടെ വരവിൽ നിത്യതയിലേക്ക് ചേരുവാൻ തക്കവിധമുള്ള ക്ലാസ്സുകൾ, ഒരുക്കങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി ഉള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഹിന്ദുക്കളോ മുസ്ലിംസോ, അല്ലെങ്കിൽ മുസ്ലിംസിന് വസ്ത്രധാരണത്തിൽ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി അവർക്ക് കർത്താവ് ദൈവം അവരുടെ മേൽ കരുണ വെച്ചിരിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം അത്ര മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ മറ്റ് അക്രൈസ്തർ ആരെങ്കിലും ഒരുക്കി വിചാരിച്ചും പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ പറയുന്നുണ്ട് ഇപ്രാവശ്യം. ആ ഫോൺ നമ്പർ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ഒരുമിച്ച് വിളിക്കരുത്, പലപ്പോഴായിട്ട് വിളിക്കുക. ആ ഫോൺ നമ്പറിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകം കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും ആളുകൾ, ഇനി പന്തക്കുസ്തക്കാർക്കാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ എടുക്കാം. അങ്ങനെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ സഭയിലെ ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, കാരണം ഈ പൊതു പ്ലാറ്റ്ഫോമിൽ കൂടി പറയാൻ പറ്റാത്ത നിഗൂഢ രഹസ്യങ്ങൾ എനിക്ക് വീണ്ടും ഉണ്ട്. പ്രത്യേകിച്ചും കുംഭസാരത്തെക്കുറിച്ച്, കൗദാശിക അല്ലെങ്കിൽ കുദാശികളുടെ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ നിഗൂഢ രഹസ്യങ്ങൾ നമ്മൾ ലോകത്തോട് പറയേണ്ട കാര്യങ്ങളില്ല. അതാണ് നമ്മുടെ സഭയ്ക്ക് വലിയ തെറ്റ് പറ്റിയത് തന്നെ. നമ്മൾ ജനങ്ങളുടെ മുമ്പേ തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ ഈ അപ്പമുറിക്കൽ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഇതാണോ ഇങ്ങനെയൊക്കെയാണോ ഇത് ചെയ്യുന്നത് ഒരു സിമ്പിൾ മനോഭാവം നമുക്കുണ്ടാവും. എന്നാൽ അതൊക്കെ നിഗൂഢമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആത്മീയവിശുദ്ധിക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വസ്ത്രധാരിച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ഞാൻ നിങ്ങൾക്ക് തരുന്നതും ചുരിദാറും റാപ്ചറും എന്ന ഹെഡിങ് ആയിരിക്കും തരുന്നത്. അതിന് ഇട്ടിട്ടില്ല, ഇട്ട് തരാം. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഇതാണ്: 97 78 17 22 83. അതാണ് എൻ്റെ ഫോൺ നമ്പർ. കാരണം എനിക്ക് ഒരു ഫോണേ ഉള്ളൂ, മറ്റ് കുഞ്ഞു ഫോണുകളൊക്കെ ഉള്ളൂ. ഈ ടച്ച് ഫോണിൻ്റെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട ഒരു ഫോണാണിത്. ആ ഫോണിൻ്റെ ഫോൺ നമ്പറാണിത്: 97 78 17 22 83. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ചിലരൊക്കെ ഫോൺ നമ്പർ തരാമോ ചോദിച്ചിട്ട് വിളിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സംശയം ചോദിക്കാനോ, അല്ലെങ്കിൽ അവർക്ക് ഈ ക്ലാസ്സുകൾ അവരുടെ ഇടവകയിലോ അവരുടെ സെൻറ്ററുകളിലൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കാനൊക്കെ ആയിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ പ്രിയ സഹോദരനെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയം നമ്മുടെ ഇന്നത്തെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിൽ നമുക്ക് റാപ്ചർ പോലും കിട്ടിയില്ല. ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് റാപ്ചർ ഒരുങ്ങി നിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് ചുരിദാർ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പഠിക്കുന്ന ആ വിഷയം, നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു. അത് വെളിപാടിൽ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു, ത്രിത്വം എന്തു പറയുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു, യേശു ക്രിസ്തു എന്തു പറയുന്നു, പഴയ നിയമഗ്രന്ഥങ്ങളിൽ സർവശക്തനായ ദൈവം എന്തു പറയുന്നു. ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്ന മനസ്സിലാക്കി. അതിൽ ഒന്നാമതായിട്ട് നമ്മളിത് പഠിക്കുന്നത്, മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി സൂചിപ്പിച്ച് പോകാം, പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഓസിയാപ്രവചന പുസ്തകം 5-ാം അധ്യായം 3-ാം തിരുവചനം. ഇസ്രായേൽ മലിനമാണ്. അതിൻ്റെ ആശയം വരുമ്പോൾ ക്രിസ്ത്യാനികൾ മലിനമാണ് എന്ന് നമ്മൾ വായിക്കണം. എന്നിട്ട് ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്, ക്രിസ്ത്യാനികൾ ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് മറഞ്ഞല്ല ഇരിക്കുന്നത്. എഫ്രായിം, നീ പരസംഗം ചെയ്തു, ക്രിസ്ത്യാനികളെ നിങ്ങൾ പരസംഗം ചെയ്യുന്നു. ഇസ്രായേൽ മലിനമാണ്, ക്രിസ്ത്യാനികൾ മലിനമാണ്. എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ഹോസിയ 5:3. ഈ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് ക്രിസ്ത്യാനികളെ ചൂണ്ടിക്കാണ്ടേണ്ട. നമ്മൾ ഇസ്രായേലിനെ നോക്കുന്നില്ല, ഇസ്രായേൽ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്, ക്രിസ്ത്യാനികളായ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇന്നത്തെ വസ്ത്രധാരണത്തെ സംബന്ധിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മലിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ
കർത്താവ് പറയുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ചുരിദാർ എന്ന വസ്ത്രം മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും എടുത്തു കാണിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഇന്നത്തെ ഒരു പ്രത്യേക സാധനം, ചുരിദാർ ആദ്യം ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ ഷാൾ ഇങ്ങനെ ധരിച്ച് പുറകോട്ട് ഷാൾ ഇടുമായിരുന്നു. അവരുടെ മാറിടം എങ്ങനെയാണ്ട് വലിപ്പവും അതിൻ്റെ ക്രമീകരണമൊന്നും ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ഷാള് നല്ല പുതയ്ക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഷാള് നമ്മുടെ സ്ത്രീകളുടെ മാറിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ക്രിസ്ത്യാനികൾ മലിനമാണ്. അതിൻ്റെ അവരുടെ മാറിടം ഉപയോഗിച്ചുകൊണ്ടാണ് പരസംഗം ചെയ്യുന്നത്. പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ പ്രവൃത്തികൾ, വ്യഭിചാരം ചെയ്യാൻ ഒരു സ്ത്രീയോട് നമുക്ക് ആഗ്രഹം തോന്നത്തക്ക രീതിയിൽ അവരുടെ ശരീര പ്രദർശനം ഉണ്ടാകുന്ന മാറിടം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ആ മാറിടം മറച്ചുകൊണ്ട് പോയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വ്യഭിചാര ദുർഭൂതം അവരിൽ വസിക്കുമെന്ന് പറയുന്നത്. അപ്പം വ്യഭിചാരം ചെയ്യാൻ പുരുഷന്മാർക്ക് ആസക്തി കിട്ടുന്ന രീതിയിൽ ശരീരത്തിൻ്റെ പ്രദർശനങ്ങൾ വന്നു കഴിയുമ്പോൾ അത് അവിടെ ദുരാത്മാവാണ് വസിക്കുന്നത്. വ്യഭിചാരത്തിന് ദുർഭൂതം പിശാച് തന്നെ അവരിൽ കുടികൊള്ളുമെന്നാണ് കർത്താവ്. അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഹോസിയ 4:12 തടിക്കഷത്തോട് എൻ്റെ ജനം ഓരോ സംഗതികൾ ആരായുന്നു, അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു, എന്തെന്നാൽ വ്യഭിചാര ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. തടിക്കഷത്തോട് എൻ്റെ ജനം ഓരോന്ന് ആരായുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ മീഡിയകളെ ആശ്രയിച്ച് നമ്മൾ നോക്കും, സിനിമകളെ നമ്മൾ അനുകരിച്ച് നോക്കും, അതിനോടൊക്കെ നമ്മൾ ഓരോ രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് ആരാഞ്ഞു നോക്കും. ആ വസ്ത്രധാരണം നല്ലതാണ്, അവരുടെ ശരീരം നല്ല രീതിയിൽ കാണാം, സുന്ദരിയാണ് അവൾ, അവരുടെ എല്ലാം നല്ല രീതിയിൽ കാണാവുന്ന രീതിയിൽ നല്ല മിടുക്കിയാണ്, കാണുമ്പോൾ തന്നെ എൻ്റെ സുന്ദരിയാണ്, എന്താ ആകർഷണീയതയാണ് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള തടിക്കഷണത്തെ എന്ന് പറഞ്ഞാൽ ദ്രവിച്ചു പോകുന്ന നശിച്ചു പോകുന്ന സംവിധാനങ്ങളെ നമ്മൾ നോക്കിയിട്ട് പറയുകയാണ്, അതിനോട് ഓരോന്ന് ആരാഞ്ഞു നോക്കുകയാണ്. അതാണോ ശരി, ഇതാണോ ശരി, ബോംബെ ഫാഷനാണോ ശരി, അതോ സിനിമ സ്റ്റൈലാണോ ശരി, ഇങ്ങനെ നമ്മൾ ഓരോന്ന് ആരാഞ്ഞ് നോക്കിക്കൊണ്ട് നമ്മൾ അത് ചിന്തിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, വ്യഭിചാര ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. ഇങ്ങനെയുള്ള വിവിധ രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിപ്പോകുമ്പോൾ അവരെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞേ. അവർ വഴിതെറ്റിപ്പോകുന്നു. യഥാർത്ഥ സഭയുടെ വിശുദ്ധിയിൽ നിന്നും യഥാർത്ഥ ദൈവം കണ്ട വിശുദ്ധിയിൽ നിന്നും അവർ വ്യതിചലിച്ചു പോകുമ്പോൾ കർത്താവ് പറയുന്നത് അവരെ വഴിതെറ്റിച്ചു എന്നാണ് പറയുന്നത്. ഹോസിയ പ്രവചന പുസ്തകം 4:12 അല്പം മുഴുത്ത ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. നിങ്ങൾ ഈ വചനം എടുത്തു വെച്ച് വായിച്ചതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. അത് എസെക്കിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എസെക്കിയേൽ പ്രവചന പുസ്തകം 16:49 കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. പ്രഭുടിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നിട്ടും അവളും അവളുടെ പുത്രന്മാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രൗഢി തന്നു. പ്രൗഢി എന്ന് പറഞ്ഞാൽ പണ്ട് ഓലയിട്ട വീടുകളായിരുന്നു, അല്ലെങ്കിൽ ആസ്പെറ്റോസ് ഇട്ട വീടായിരുന്നു. അത് മാറിയിട്ട് മണിമന്ദിരങ്ങൾ, 2 നില വാർക്ക വീടുകളും. അപ്പം നമ്മുടെ പ്രൗഢി, നമ്മുടെ ആഢ്യത്വം, നമ്മുടെ ഊറ്റം അങ്ങ് വളർന്നു. അതുപോലെ ഭക്ഷ്യസമൃദ്ധി, നമുക്ക് കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ധാരാളം പണം വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. ബിരിയാണി കഴിക്കുന്നു, പുറത്തിറങ്ങി ഔട്ടിങ് കഴിക്കുന്നു, അവിടെ കല്യാണത്തിൻ്റെ ഭക്ഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണാത്തും കേൾക്കാത്തതുമല്ല ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ആഢ്യത്വവും എന്ന് പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും. വിദേശത്ത് പണം വരുമ്പോൾ നമുക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഒരു ചെറിയ രോഗം വന്നാൽ അപ്പോൾ ചികിത്സിക്കാൻ പണമുണ്ട്, ആശുപത്രി സംവിധാനമുണ്ട്, വാഹന സംവിധാനമുണ്ട്. നമുക്ക് സ്വസ്ഥതയും സമാധാനവും തന്നപ്പോൾ ഉണ്ടായിരുന്നിട്ടും അവൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയെ നമ്മൾ കണക്കൂട്ടി പറയണം. അവളുടെ പുത്രന്മാരും എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തോലിക്ക സഭയും അതിൻ്റെ വിഭാഗങ്ങളും നിർധനരെയും അഗതികളെയും തുണച്ചില്ല, സഹായിച്ചില്ല. നാമമാത്രമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും. ചില ഇടവകളിൽ 1-2 വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവും. വലിയ സമ്പന്ന ഇടവകളുണ്ട്. എറണാകുളം, അങ്കമാലി, രൂപത പോലുള്ളത്. അതിൽ കേരളത്തിൻ്റെ എല്ലാ ഇടവകളും, മലയോര പ്രദേശങ്ങളിലെ 10-100 ആൾക്കാരുള്ള ചെറിയ ചെറിയ ഇടവകളിൽ ഉള്ള ഈ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരെ പോലെയല്ല, നഗരപ്രദേശങ്ങളിലുള്ള ഇടവകൾക്കെല്ലാം ലക്ഷം പണം വരുമാനമുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്. അപ്പോൾ അത്രയും ഭക്ഷ്യസമൃദ്ധിയും അതുപോലെ സമ്പത്തും ഉണ്ടായിരുന്നിട്ടും അവർ അഗതികളെ തുണച്ചില്ല. കാരണം നമ്മൾ തുണയ്ക്കാൻ എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്? നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട്, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശരീരത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടി അത് ഞാൻ സൗകര്യം പോലെ ഉപയോഗിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കത് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി വിശദവിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെളിപാട് 21:27 കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കപടിയിലും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല.
അപ്പോൾ ഇങ്ങനെ ഭക്ഷ്യസമൃദ്ധിയും സമ്പത്തും പ്രൗഢിയും വസ്ത്രധാരണവും എല്ലാം കൊണ്ട് നമ്മൾ വളരെ ആഡംബരപൂർവ്വം ജീവിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുകയാണ്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി യുഗാന്ത്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. യുഗാന്ത്യത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് പേരെഴുതി വെച്ചവർക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുള്ളത്. അല്ലാതെ കൗടില്യവും മ്ലേച്ഛതയും അശുദ്ധമായതൊന്നും പ്രവർത്തിക്കുന്നവരെ അതിൽ കർത്താവ് പ്രവേശിപ്പിക്കുകയില്ല. ഈ രീതിയിലുള്ള വസ്ത്രധാരണവും ഈ രീതിയിലുള്ള പ്രൗഢിയും ഈ രീതിയിലുള്ള ആഢ്യത്വവും നമ്മൾ കാണിച്ച് സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞ് തുളുമ്പി ഇഷ്ടം പോലെ സുഖമായി ജീവിക്കുന്ന, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വാസനകൾക്കും അനുസരിച്ച്, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകൾക്കും അനുസരിച്ച്, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങൾക്കും അനുസരിച്ച് വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് പറയാണ്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. കുഞ്ഞാടാരാണ്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ എളിമ, വിനയം, സഹനം, വിശുദ്ധി, വിവേകം അതുണ്ടായിരുന്നു. കുഞ്ഞാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞാടിനെ പോലെ എളിമയോടെ ശാന്തതയോടെ നിന്നിരുന്നു എന്നാണ്. പക്ഷേ നമുക്ക് ഭക്ഷ്യസമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും കിട്ടിയപ്പോൾ നമ്മളൊന്ന് ഞെളിഞ്ഞാണ് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ ഞെളിവിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അവിടുന്ന് വീണ്ടും വെളിപാട് 18:4 വരുമ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. പ്രിയപ്പെട്ടവരെ, ഇതിന് ഓടി അകലാനാണ് കർത്താവ് പറയുന്നത്. അവൾ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ലോകവും പാപവും സാത്താനും അതിൻ്റെ മോഹങ്ങളുമെല്ലാം അവൾ എന്നാണ് പറയുന്നത്. അതിന് പൈശാചിക ശക്തികളെക്കുറിച്ചാണ് പൊതുവെ അവൾ എന്ന് പറയുന്നത്. നിങ്ങളതിൽ പങ്കാളികളാകുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിത്തം വരും. ഈ ലോകത്തിലെ എല്ലാ സംവിധാനത്തോട് നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ ലോകമെന്ന് പറയുന്നത് ഭൂമിയല്ല, ഭൂമിയും പ്രപഞ്ചവുമല്ല ലോകമെന്ന് അർത്ഥമാക്കുന്നത്. ലോകമെന്ന അർത്ഥം ആക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജനസമൂഹങ്ങളെയാണ് അർത്ഥമാക്കുന്നത്, ജനകോടികളെയാണ്, അവരുടെ സംസ്കാരത്തെ, അവരുടെ ജീവിതശൈലിയെ. ഇപ്പോൾ അമേരിക്കൻ ലോകം, അല്ലെങ്കിൽ ഇന്ത്യൻ ലോകം, അല്ലെങ്കിൽ ചൈനീസ് ലോകം, അല്ലെങ്കിൽ റഷ്യൻ ലോകം, ആഫ്രിക്കൻ ലോകം എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽ വരുന്ന ജനങ്ങൾ. അതുകൊണ്ട് പറയുന്നത്, എൻ്റെ ജനമേ അവൾ ഓടിയില്ല, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാവും. അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. ആ മഹാമാരികളെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ മഹാമാരി ദൈവം അർത്ഥമാകുന്ന സോദോം ഗോമോറയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ. സോദോം ഗോമോറയിൽ അഗ്നി കൊണ്ട് മഴയായിരുന്നു. ഇപ്പോൾ നമ്മൾ പാലസ്തീനിലെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് വന്ന് വീഴുന്നത്, അവിടെ വീണ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതൊക്കെ വചനത്തിൽ 1000 വർഷം 2000 വർഷം മുമ്പൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമുക്കത് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. എന്താണ് അഗ്നി, എന്താണ് ഇതിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ കർത്താവ് പറയുകയാണ്, ആ മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. കാരണം വെച്ചാൽ ഇന്നലെ നാളെ ആഗോള യുദ്ധം വന്നു കഴിയുമ്പോൾ ഇതേ അഗ്നിമഴ നമ്മുടെ അടുത്തും പിടികൂടും. പിടികൂടിയാൽ നമ്മളതിൽ കത്തിച്ചാമ്പലാകുമെന്നുള്ളത് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. അത് വെളിപാട് 3:18 വരുമ്പോൾ അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതിനകത്ത് എങ്ങനെയാണ് ഈ പങ്കാളിത്തം. ലോകത്തെ ജനത്തിന്, ലോകത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ലോകത്തിലെ സാത്താനും അതിൻ്റെ ആഡംബരങ്ങളോടും ചേർന്ന് വരുന്ന ആ സംഭവങ്ങൾക്ക് നമ്മളെങ്ങനെയാണ് പങ്കാളിത്തമാകുന്നത്. അതാണ് കർത്താവ് പറയുന്നത്. സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. അപ്പോൾ വ്യാപാരികളെ ധനികരാക്കിയത് ആരാണ്? ഞാനാണ്, നിങ്ങളാണ്, നമ്മളാണ്. നമ്മൾ മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ 15,000, 40,000, 1 ലക്ഷം രൂപയുടെ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ ധനികരാകുന്നു, വീണ്ടും നമ്മൾ ദരിദ്രരാകുന്നു. മാസാമാസം ഇതിനകത്തേക്ക് പണമിടണ്ടേ? അപ്പം നമ്മൾ ധനികരാവുകയും അവർ വ്യാപാരികൾ ധനികരാകുകയും ചെയ്യുന്നു. നമ്മൾ ശൂന്യമാവുകയും വ്യാപാരികൾ ധനികരാകുകയും ചെയ്യുന്നു. അതിനൊരു പങ്കാളിത്തമുണ്ട്. അതായത് ലോകത്തിലെ ജഡമോഹത്തെ, ഉപഭോഗത്തെ, അതിൻ്റെ ആഡംബരത്തെ വലിയ ഉച്ചസ്ഥായിൽ എത്തിക്കുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം കൊടുത്ത് വ്യാപാരികളെ ധനികരാക്കി. അപ്പോൾ നമ്മൾ ചുരിദാർ വാങ്ങുമ്പോഴും നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോഴും എല്ലാം പ്രിയ സഹോദരങ്ങളെ നമ്മൾ വ്യാപാരികളെ ധനികരാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, വ്യാപാരികൾക്ക് നിങ്ങൾ പണം കൊടുത്തു. നിങ്ങളുടെ വസ്ത്രം, ചുരിദാർ മേടിക്കുകയാണ്. ഒരു ചുരിദാറിന് 3000, 4000 രൂപ വെച്ച് പണം ആവശ്യമാണ്. അതിൻ്റെ ജീൻസും ടീഷർട്ടും പോലത്തെ സാധനങ്ങൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഷൂ ഉപയോഗിക്കുന്നത്, അതിനൊക്കെ എത്രയോ പണം വേണം. വലിയ ഹൈ സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് പണം വേണം. അവരെ വ്യാപാരികളെ നിങ്ങൾ ധനികരാക്കി. അപ്പം നിങ്ങൾ ശൂന്യമാവുകയും വ്യാപാരികൾ ധനികരാക്കുകയും ചെയ്തപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ജഡമോഹത്തിൽ ഒരു പങ്കാളിത്തം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അതിൻ്റെ മുൻവശത്തിൽ, എൻ്റെ ജനമേ അവൾ ഇന്ന് ഓടിയകലുവിൻ. വെളിപാട് 16:15 ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ.
കർത്താവ് അത് കൂടുതൽ എടുത്തു പറയാണ് പ്രിയപ്പെട്ട. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? നമ്മൾ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത്? നമ്മൾ എന്ത് വസ്ത്രമാണ് വാങ്ങേണ്ടത്? അത് നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കർത്താവ് അത് വിശദമായിട്ട് പറയുന്നത്. വെളിപാട് 3:18 ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും എന്നോട് വാങ്ങുക. ധനികനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ യേശുവിൻ്റെ കൂടെ, യേശു എന്ന മൂല്യം, യേശു എന്ന ധനം, യേശു എന്ന സത്യം, യേശു എന്ന പണം, ആ പണത്തേക്കാൾ മൂല്യമുള്ള ആ വലിയ സമ്പത്ത്, നീ ധനികനാകാൻ, യേശുവിൻ്റെ കൂടെയാകാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നിൽ നിന്ന് വാങ്ങുക. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവാണ് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം. സ്വർണത്തിൻ്റെ നിറവും സ്വർണത്തിൻ്റെ കളറും അതിൻ്റെ ഒരു മഹത്വവും തിളക്കവും എല്ലാം പോലെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ കർത്താവ് നമ്മൾ പറയുന്നത്, നീ ധനികനാകാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ കൂടെ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് വാങ്ങുക. ആരിൽ നിന്ന്? യേശുവിൽ നിന്ന് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നിന്നെ ലജ്ജിതരാകാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുകയും ചെയ്യുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം കർത്താവ് പറയുന്നത്, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിതരാകാതിരിക്കാൻ നീ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ എവിടുന്ന് വാങ്ങാനാണ് കർത്താവ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിലെ പള്ളിമുറിയിലോ അല്ലെ പള്ളിയിലേക്കോ പള്ളി കമ്മിറ്റിയിലേക്കോ ഓടിച്ചെന്ന് വസ്ത്രം തരാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? അതിന് ജൗളിക്കട തന്നെ പോകണം, ടെക്സ്റ്റൈലിൽ തന്നെ നമ്മൾ പോകണം. അപ്പോൾ ടെക്സ്റ്റൈലിൽ പോകുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ അവരോട് പറയണം, നീ ലജ്ജിതരായി തീരാ ശുഭ്രവസ്ത്രങ്ങൾ പറഞ്ഞാൽ വെളുത്ത വിശുദ്ധിയുള്ള വസ്ത്രങ്ങൾ, വെളുത്ത വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങണമെന്നാണ് സാധനം. അപ്പോൾ നമ്മൾ ജൗളിക്കടയിൽ പോകുമ്പോൾ നിറങ്ങളുള്ള ഈ ചുമപ്പും മഞ്ഞയും കടും കളറും കറുപ്പും വെളുപ്പും കൂടി മിക്സ് ചെയ്തതൊന്നും അല്ല വാങ്ങേണ്ടത്. ചുരിദാർ അല്ല വാങ്ങേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥത്തിൽ ഉള്ള കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വസ്ത്രം ചട്ടയും മുണ്ടുമായിരുന്നു സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടും. അപ്പം ബളാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെ ബളാൽ എന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചട്ടയും മുണ്ടും ഉടുത്തുകൊണ്ട് വന്നിട്ടാണ് കസേരയിൽ ഇരുന്നെന്നാണ് ആ മേരി എന്ന സഹോദരി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ മാതാവിൻ്റെ ഇഷ്ടം ഈ ചുരിദാറും സാരിയൊന്നുമല്ല. കാരണം കേരള സഭയുടെ ആദ്യ ചരിത്രം മുതൽ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അന്ന് അവർ ശീലിച്ചിരുന്നു. അതാണ് ചട്ടയും മുണ്ടും. എന്നിട്ട് കവണി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മൂടി പുതച്ചാൽ അവരുടെ മുഖം മാത്രമേ കാണൂ. അതിനുശേഷം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഈ കവണി കൂടി ഇങ്ങനെ പുതച്ചു കഴിഞ്ഞാൽ ശരീരം ആരും കാണുന്നില്ല. എല്ലാ സ്ത്രീകളും വെള്ളച്ചട്ടയും വെള്ളമുണ്ടും, ഒരേ വസ്ത്രം, ഒരേ നിറം, ശുഭ്രവസ്ത്രധാരികളായ മലയാള ക്രിസ്ത്യാനി സ്ത്രീകൾ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു കേരള സഭയിൽ. അതിന് കഥാ പറയുക, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറയ്ക്കാൻ, നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിതരാകാതിരിക്കാൻ. അതായത് ഇപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നീ നിന്റെ നഗ്നതയെ അറിയുന്നില്ല. പക്ഷേ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു ബ്രദറെ, പള്ളിയിൽ പോയാൽ ആ ഭാഗത്തേക്ക് നോക്കാൻ പറ്റില്ല, നോക്കിപ്പോയാൽ ഒരു സ്ത്രീയെ നോക്കിപ്പോയാൽ നമുക്ക് നാണം കിട്ടുപോകും, ലജ്ജ തോന്നിപ്പോകും നമുക്ക്. കാരണം അവരുടെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ എഴുന്ന് നിൽക്കുകയാണ്. അച്ഛന്മാരുടെ മുമ്പിൽ അവരങ്ങനെ തുറന്ന് നിൽക്കുകയാണ്. ശരീരത്തിൻ്റെ മാംസള ഭാഗങ്ങൾ കാണിക്കുന്നതിൽ പ്രദർശിപ്പിക്കുന്ന ഒരു മടിയുമില്ല അവർക്കെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ബ്രദർ, ഇതിനെപ്പറ്റി ക്ലാസ് ഇടുന്നത് വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എനിക്ക് തന്നെ ലജ്ജ തോന്നി. ഞാൻ പൊതുവെ സ്ത്രീകളെ ശ്രദ്ധിക്കുകയോ നോക്കുകയോ ചെയ്യാറില്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ കണ്ണ് അശുദ്ധമാകാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. കർത്താവ് പറയാണ്, നീ അതുകൊണ്ട് നീ ലജ്ജിതയാണ്. ലജ്ജിത തീരാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ശുഭ്രവസ്ത്രങ്ങൾ, വെളുത്ത വസ്ത്രങ്ങളും മുണ്ടും ചട്ടയും പോലുള്ള വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ഇനി ഇനി നിങ്ങൾ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ കട്ടിയുള്ള സാരി, അതും വെള്ള കളറുള്ള സാരി, വെള്ള കളറുള്ള ബ്ലൗസിനുള്ളിലെ ബ്രേസറൊന്നും കാണുന്ന രീതിയിലുള്ള കട്ടി കുറഞ്ഞ് ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ 2-3 തുണി വെച്ച് അടിച്ച് വളരെ കട്ടിയുള്ള വസ്ത്രം ധരിച്ചോണം. നമ്മുടെ കൈയുടെ ഭാഗമൊക്കെ കൈ ഇവിടം വരെ നല്ല ഇറക്കം വേണം. ഇവിടെയൊക്കെ മറച്ചോണം. കോളർ വെച്ച് ബ്ലൗസ് അടിക്കണം. ഈ കഴിഞ്ഞ ദിവസം പന്തക്കോസ്താക്കാരുടെ ഒരു കല്യാണം ഈ യൂട്യൂബിനകത്ത് കാണാനിടയായി. എന്താ ആ പെൺകുട്ടിയെ കണ്ടാൽ സ്വർഗീയ കന്യകയെ പോലെ, ഫുള്ളും വെള്ള വസ്ത്രം, ഫുൾ വെള്ള സാരി, ഫുൾ കൈ ബ്ലൗസ്, ഇവിടെ എല്ലാം മറച്ചിട്ടുണ്ട്. അവളുടെ ബ്രേസൊന്നും കാണാൻ പറ്റില്ല.
ശരീരത്തിൽ ഒരു ഭാഗവും സാരിക്കകത്തൂടെ കാണാൻ പറ്റുകയില്ല. എത്ര മനോഹരമായിട്ട് സ്വർഗീയ മണവാട്ടിയായിട്ടാണ് പന്തക്കുസ്ത സ്ത്രീകൾ വിവാഹത്തിന് പോകുന്നത്. നമ്മുടെ ക്രിസ്ത്യാനി സ്ത്രീകളുടെ വിവാഹം അശുദ്ധം. സിനിമ നടികളെ വെല്ലുന്ന, സീരിയൽ നടികളെ വെല്ലുന്ന രീതിയിലുള്ള മോഡൽസുകൾ ഇട്ടുകൊണ്ട് വരുന്നത്. അത് വൈദികർ അവരെ കല്യാണം നടത്തി കൊടുത്ത് ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അച്ഛന്മാർ ഓടി രക്ഷപ്പെടുകയെന്ന്. കാരണം സ്ത്രീകളെ നോക്കാൻ വയ്യാത്ത വിധം അശുദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ലജ്ജിതയാണ്, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും പരിശുദ്ധാത്മാവും എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കാൻ നീ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക, കർത്താവിനോട് വാങ്ങുക. ശുഭ്രവസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധിയുടെ വസ്ത്രം, പരിശുദ്ധിയുടെ വസ്ത്രം എന്നാണ് അതിനർത്ഥം. ആ പരിശുദ്ധിയുടെ വസ്ത്രം നീ എന്നോട് വാങ്ങുക, കർത്താവിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റൈൽ കടയിൽ പോയി വസ്ത്രം വാങ്ങുന്നു. പക്ഷേ യേശുവിനോട് ഈ രീതിയിലുള്ള വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചിട്ട് വേണം അവിടെ പോയി വസ്ത്രം വാങ്ങാൻ. ദേവാലയത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പൊതുസമൂഹത്തിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ മോശമായ വസ്ത്രധാരണം ധരിച്ച് പുറത്തിറങ്ങരുത്. നിന്റെ ചുരിദാറിൻ്റെ അശുദ്ധിയിൽ നിന്നും നിനക്ക് പീഡനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, സൂക്ഷിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ. കർത്താവ് അപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാം തിരുവചനം, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളത്. ഒരു സ്ത്രീ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവായ യേശുവേ, നിന്നെ വഹിച്ച ഉദരവും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മഹത്വവും, ഉദരം എന്ന് പറഞ്ഞ വചനം, നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി, എൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവൻ അതിനേക്കാൾ ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയിലെ എല്ലാ സ്ത്രീകളും 1ഉം 2ഉം മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. 2 പ്രസവിച്ചു, ഗർഭപാത്രം മുറിച്ച് കെട്ടി, ആ 2 കുഞ്ഞുങ്ങളെ വളർത്തി അവർ ഫ്രീ ആയി. പിന്നീട് ഈ സ്ത്രീകൾക്ക് 10, 20, 30, 35, 40 വയസ്സിനുള്ളിലാണ് ഈ 1ഉം 2ഉം പ്രസവം നടന്ന് ഗർഭപാത്രം മുറിച്ച് കെട്ടുന്നത്. ബാക്കിയുള്ള ശരീര സൗന്ദര്യം, ശരീര ആരോഗ്യം അത് പ്രദർശനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിൻ്റെ മുലകൾ കുഞ്ഞുങ്ങൾക്ക് മുല കുടിക്കാനുള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാനുള്ളതാണ്. നിൻ്റെ മുലകൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് യേശോനാഥൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ ശരീരമാണ്. 2 പ്രസവം നടത്തി ഇന്ന് ബാക്കിയുള്ള സ്ത്രീകൾ സൗന്ദര്യം പ്രദർശിപ്പിച്ച്, മാരണം പ്രദർശിപ്പിച്ച്, തൻ്റെ മുലകളുടെ പ്രദർശനം, ഉടയാത്ത മുലകളും കാണിച്ച് ഇങ്ങനെ ദേവാലയത്തിലും പ്രദർശനത്തിലും വരുമ്പോൾ കർത്താവ് പറയുന്ന ഭാഗമുണ്ട്, അവളെ പിടികൂടിയ മഹാമാരി നിന്റെ പുറകെ വരുന്നുണ്ട്. ഇന്ന് പാലസ്തീനിലേക്കും ഉക്രൈനിലേക്കും നോക്കിയാൽ നമുക്കറിയാം എന്താണ് ആ മഹാമാരി. സോദോം ഗോമോറ വീണ പോലെ അഗ്നികളാണ് വീഴുന്നത് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മുടെ അടുത്ത് വീഴാൻ അധിക സമയമില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ വചനത്തിൻ്റെ സംഭവങ്ങൾ നിങ്ങളെ അടുത്ത് ഓടി വരുമ്പോൾ, നിങ്ങളെ തേടി വരുമ്പോൾ ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ചിന്തയിൽ വരും. കർത്താവേ, ഞാൻ ഈ ചുരിദാറുമിട്ട് ഈ ജീൻസും പാൻറ്റും ഇട്ട് ഞാനിങ്ങനെ പ്രദർശിപ്പിച്ച് നടന്നല്ലോ, എനിക്കൊരു തരി വെള്ളമില്ല, ആഹാരമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥ തൊട്ടടുത്തുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനത്തിൽ കൂടെ നിങ്ങൾ സംസാരിക്കുന്നത്. നീ കർത്താവ് പറയണം, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് കർത്താവ് പറയാണ്. കർത്താവ് പറയാണ്, സ്ത്രീകൾക്ക് തന്ന മുലയുടെ ഭാഗ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ് ഭാഗ്യം, മക്കളാണ് ഭാഗ്യം, മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഭാഗ്യം, അവർക്ക് മുലയൂട്ടുക എന്നുള്ളതാണ് ഭാഗ്യം. ഇന്ന് ഒരു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇവിടെ പ്രസവിച്ച് നിർത്തിയിട്ട് നമ്മൾ ഗൾഫിലേക്ക് പോവുകയാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ കുഞ്ഞിന് മുല കൊടുക്കാൻ സമയമില്ല, കുഞ്ഞിന് മുലയൂട്ടാൻ നമുക്ക് നേരമില്ല. കാരണം 3 മാസമോ 4 മാസമോ 6 മാസമോ ഒക്കെ ആയ കുഞ്ഞുങ്ങളെ ഭർത്താവിൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവർ പോവുകയാണ്. 1, 2 പ്രസവം. പിന്നെ അവരുടെ ശരീര സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കുകയാണ്. കർത്താവ് പറയാണ്, അവിടെ പറയാണ്, നിൻ്റെ മുലകൾ മുലയൂട്ടാനുള്ളതാണ്, അതിലാണ് ഭാഗ്യം നീ കണ്ടെത്തേണ്ടത്. പ്രദർശനത്തിലല്ല, ആരോഗ്യവതിയായ സുന്ദരിയായ സ്ത്രീ തൻ്റെ ശരീരത്തിൻ്റെ മേനി കാണിക്കുന്നതിലല്ല ഭാഗ്യം. കുഞ്ഞുങ്ങളെ 4, 5, 8, 10 പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി നിൻ്റെ ശരീരം ഉടയണം, നിൻ്റെ ശരീരമാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. എൻ്റെയൊക്കെ കാരണവന്മാരെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മ 7 പ്രസവിച്ചാണ് പ്രിയപ്പെട്ടവരെ. 7 പ്രസവിച്ച എൻ്റെ അമ്മ 87 വയസ്സ് വരെ, 88 വയസ്സ് വരെ അമ്മ ജീവിച്ചിരുന്നു. അമ്മയുടെ ശരീരാവയവങ്ങളെല്ലാം ചുക്കിച്ചുളിഞ്ഞ് നീണ്ട്, ശരീരമെല്ലാം ചർമ്മമെല്ലാം തൂങ്ങി
എൻ്റെ അമ്മയുടെ എന്നെ പാലുകൂട്ടിയ അമ്മയുടെ അവയവങ്ങളൊക്കെ സഞ്ചി പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. എൻ്റെ അമ്മ എൻ്റെ ഭാര്യയും ഞാനും കൂടെ അമ്മയെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ചാണ് ഈ ലോകത്ത് പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ അമ്മയുടെ ശരീരം ചുക്കിച്ചൊളിഞ്ഞ് ഗോതമ്പ് പണി നിലത്തണു വീണ് അഴിഞ്ഞതുപോലെ, മക്കളാകുന്ന 7 മക്കൾക്ക് വേണ്ടി അമ്മയുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞതുപോലെ, അപ്പൻ്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞതുപോലെ ചുളിവുള്ള ശരീരം കൊണ്ട് വേണം കർത്താവിന് ചെല്ലാൻ. തെറിപ്പിച്ച് പിടിച്ച് മുഴപ്പിച്ച് പിടിച്ചൊന്ന് പോകരുത്. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക. സാത്താൻ്റെ വരവ് അടുത്തെത്തി. അവരുടെ ഭയാനകമായ അവസ്ഥയിലേക്ക് ഈ ലോകം നീങ്ങുന്ന സമയം വരും. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിന്നെ പകച്ചോദരും നിന്നെ പാലൂട്ടിയ മലകളും ഭാഗ്യമുള്ളവ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിന്റെ ചുരിദാറിനുള്ളിൽ കിടക്കുന്ന സംഗതികളൊന്നും ആരും കണ്ട് പ്രദർശിപ്പിക്കാതെ സൂക്ഷിക്കണമേ എന്ന് കർത്താവ് പറയണം. കർത്താവ് പറയണം 1 കൊരിന്തോസ്യർക്ക് ലേഖനം 11 അധ്യായം 7 തിരുവചനം, സ്ത്രീ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്നാണ്. സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശിരോവസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിലുള്ള ഒരു കുഞ്ഞു പഞ്ഞിക്കഷ്ണം മൂക്കിൽ വെച്ചേച്ച് ഇതിങ്ങ് വലിച്ചിങ് ഊരിയെടുത്ത് ഇങ്ങനെ ഞുള്ളി വിടർത്തുന്ന ചെറിയൊരു പഞ്ഞിക്കട്ട പോലത്തെ ഒരു ശിരോവസ്ത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കത്തോലിക്ക സഭയിലെ ആദിമ ക്രിസ്ത്യാനികളുടെ സ്ത്രീകൾ വലിയ കവിണി ശരീരം മൊത്തമായിട്ട് അവരുപയോഗിച്ചിരുന്നു. കവിണി എന്നാണ് പറയുക, ഇങ്ങനെ വലിച്ചുപയോഗിച്ചിരുന്നു. അത് ഇളം ക്രീമും വെള്ളക്കളറുമുള്ളതായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. 1 തിമോത്തിയോസ് 2:9, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമാം വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. കർത്താവ് ഉപദേശിക്കുന്നതാണ്. 1 തിമോത്തിയോസ് 2 അധ്യായം 9 തിരുവചനത്തിൽ കർത്താവ് പറയുന്ന വചനം ഇതാണ്: സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കിക്കുക പ്രിയ സഹോദരങ്ങളെ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ വിനയം. നമുക്ക് ചുരിദാർ ഇട്ട് നമുക്ക് ഒരു ആഢ്യത്വമാണ്. പാൻറ്റും ജീൻസും ഇറുകിയൊരു ബനിയനും സ്ത്രീകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ശരീരം വട്ടിപ്പൊടി ഒരു ബലമാണ്. ആ ശരീരത്തിൻ്റെ അഴകും ആ ഊഢ്യവും ആഢ്യത്വം കൊണ്ട് കാണിച്ചിട്ടൊരു ശക്തിയാണ് അവർക്ക്. അപ്പം അവിടെ വിനയമില്ല, ഒരു ഞെളിവാണുള്ളത്. ഒരു ഞെളിവ്. ഞാൻ കാനഡയിൽ നിന്ന് വന്നതാണ്, ഞാൻ അവിടെ നിന്ന് വന്നതാണ്, ഞാൻ USA ഞാൻ ദുബായിലാണ്, അവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനയമില്ലാതെ നടക്കുന്ന സ്ത്രീകൾ, അതല്ല വിനയം. വിനയത്തോടെ ആയിരിക്കട്ടെ, വിവേകത്തോടു കൂടി ആയിരിക്കട്ടെ. ദേവാലയത്തിൽ വരുമ്പോൾ ഒരു വസ്ത്രധാരണം നമ്മൾ അതിൻ്റെ മഹത്വം നിറഞ്ഞത് ഉപയോഗിക്കാൻ, അയവുള്ള വസ്ത്രം, വെള്ള വസ്ത്രം, അകത്തേതൊന്നും പുറത്ത് അറിയാത്ത രീതിയിലുള്ള വസ്ത്രം, അത് ക്രമീകരണം. അതിന് വിവേകം വേണം. നമുക്ക് വിവേകം വേണം, വിവേചിച്ചറിയണം. ദേവാലയത്തിൽ പോകുന്ന വസ്ത്രം ഏത്, അതിൻ്റെ കളർ എന്ത്, ഡിസൈൻ എന്ത്, ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് വേണം. അപ്പോൾ വിനയം വേണം, വിവേകം വേണം. ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. 1 തിമോത്തി 2:9. ഉചിതമായ വിധം എന്ന് പറഞ്ഞാൽ ഔചിത്യബോധം വേണം, ഉചിത ബോധം വേണം. ഔചിത്യബോധം വേണം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ദേവാലയത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ത്, നമ്മളൊരു ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ത്, ഒരു വിവാഹത്തിന് മുമ്പ് ഉപയോഗിക്കേണ്ടത് എന്ത്, അതിൻ്റെ കളർ എന്ത്, ദേവാലയത്തിലെ കളറുകൾ എന്ത്, അതിൻ്റെ ആ വസ്ത്രം ഏത് വസ്ത്രം, പാൻറ് ഇൻ ചെയ്ത് ഷൂവിനകത്ത് ഷൂ ഇട്ട് പാൻറ് ഇൻ ചെയ്ത് ഫുൾ കൈ വിട്ട് ദേവാലയത്തിൽ പോകണോ, അതൊരു വെള്ള ഷർട്ടും വെള്ളമുണ്ട് കൊടുത്ത് പോയാൽ മതിയോ? ഞാൻ വക്കീലാണ്, ഞാൻ പ്രൊഫസറാണ്, അതുകൊണ്ട് ഞാൻ പാൻറ്റൊക്കെ ഇൻ ചെയ്ത് വളരെ രീതിയിലൊക്കെ ഷേവൊക്കെ ചെയ്ത് പ്രത്യേക രീതിയിൽ പോകും. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊന്നും പുരുഷനോ സ്ത്രീക്കോ പാടില്ല. സ്ത്രീകൾ വിനയത്തോടും, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുമുണ്ട്, വിവേകത്തോടും കൂടെ ഉചിതമായ വസ്ത്രധാരണം നടത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അത് പുരുഷന്മാരെ സംബന്ധിച്ചു അതെ. പാൻറ് ഇൻ ചെയ്ത് ഫുൾ കൈ ഇട്ട് അങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് അങ്ങനെയൊന്നും ദേവാലയത്തിൽ പോയി നിൽക്കരുത് പ്രിയപ്പെട്ടവരെ. മരണമാണ് തൊട്ട് പുറകിലുള്ളത് നമ്മൾ ആലോചിച്ചോണം. ഇനിയുള്ള കാലം 10 വർഷമേ ഉള്ളൂ. നമ്മൾ മരിക്കാൻ ആകപ്പാടെ 10 വർഷമേ ഉള്ളൂ. ദൈവം അനുവദിക്കുന്ന രീതിയിലുള്ളൊരു മരണം നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ വിശുദ്ധി പ്രാപിച്ച് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നീടുണ്ടാകുന്നത് ഭയാനകമാണ്. കാരണം 2033 യുഗാന്ത്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 11 അധ്യായം 4 തിരുവചനം, വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് പറഞ്ഞൊരു വചനം. വസ്ത്രമോടി, അത് പ്രഭാഷകന്റെ പുസ്തകം 4 അധ്യായം പ്രഭാഷകന്റെ പുസ്തകം 11 അധ്യായം 4 തിരുവചനത്തിലാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. അത് തന്നെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ആ അഹങ്കാരം നമുക്ക് പാടില്ല, അത് തെറ്റാണ് എന്ന് കർത്താവ് പറയുന്നത്. അഹങ്കാരം വസ്ത്രധാരണത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആഢ്യത്വം പുറത്ത് കാണുന്നത്. പാൻറ്റൊക്കെ ഇൻ ചെയ്ത് ഫുൾ കൈ ഷർട്ടും ഒക്കെ ഇട്ടിപ്പെട്ട് ഒരു ടിപ്പൊക്കെ കിട്ടി, ചിലരൊക്കെ ടൈയൊക്കെ കിട്ടി ഇങ്ങോട്ട് നമ്മൾ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു അഹങ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് വരും.
അത് സ്ത്രീകളാണെങ്കിൽ, ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിൽ ഒരു ഇറുകിയ ബനിയൻ പോലത്തെ ഒരു 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 സാധനം, ഇങ്ങനെ കയ്യൊന്നും ഇല്ലാത്തത്, ഇറുകിയ ജീൻസും ഒക്കെ ഇട്ട് സ്ത്രീകൾ, പുരുഷന്മാരും ഇറുകിയ വസ്ത്രങ്ങൾ ഇട്ട് വരുന്നു. അപ്പോൾ നമ്മളിത് ഈ ശരീരത്തിൽ കിടക്കുമ്പോൾ നമുക്കൊരു ഒരു അഹങ്കാരം തോന്നും. അത് കർത്താവ് പറയാണ്, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം തിരുവചനം, വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. വസ്ത്രമിട്ടിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. കാരണം ഈ ഇതേ വസ്ത്രം ഉപയോഗിച്ച നിന്നെ ഇന്നല്ല നാളെ ഈ ലോകത്ത് നീ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്ന് പാലസ്തീനിലെ സ്ത്രീകളെ നമ്മൾ കാണുന്നു. ഉക്രൈൻ സ്ത്രീകൾ ഭൂമിക്കടിയിൽ തുരങ്കങ്ങളുണ്ടാക്കി, ചെറിയ ചെറിയ കുഞ്ഞു മാളങ്ങളുണ്ടാക്കി, അതിനകത്ത് എലി കയറിയിരിക്കുകയാണ് ഈ മനുഷ്യന്. ഭൂമിക്ക് പുറത്ത് മാളങ്ങി ഈ തുരങ്ക് ഈ ബങ്കറിൽ നിന്ന് പുറത്തു വന്നാൽ ബോംബ് മഴയാണ് വരുന്നത്. മനുഷ്യൻ ചത്തുപോകും, മരിച്ചുപോകും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കുന്നവർക്ക് അഹങ്കാരത്തിന് തക്ക ശിക്ഷ ദൈവം തരുമെന്നുള്ളതിന് വള്ളിപ്പുള്ളി വ്യത്യാസമില്ല. അതിലെ കർത്താവ് പറയുന്ന ഭാഗം ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ റോമാക്കാർക്ക് 12-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കും. റോമാക്കാർക്ക് 12-ാം അധ്യായം 1-ാം തിരുവചനം, റോമാക്കാർക്ക് 12-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ കർത്താവ് പറഞ്ഞ് എന്താണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയാലേ ചില നിഗൂഢ രഹസ്യങ്ങളുണ്ട്. സജീവ ബലിയായി. അപ്പോൾ ഒരു ബലിവസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു ബലിവസ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കാൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കുവിൻ. ഇതൊരു വലിയ വചനമാണ് പ്രിയപ്പെട്ട. ചുരിദാർ, ഇന്നത്തെ മോഡേൺ സ്ത്രീകളുടെ മോഡേൺ വസ്ത്രധാരണം, അത് സാരി ഉടുക്കുന്നവരാണെങ്കിലും വലിയ വിശാലമായിട്ട് ബ്ലൗസുകളൊക്കെ ഇങ്ങനെ വെച്ച് കൈയുടെ ഇവിടെ ഇത്രയും വരെ ഇറക്കുള്ളൂ, അതിനുശേഷം അത് കാണാം ഇത് കാണാവുന്ന രീതിയിൽ അല്പം മാത്രം സാരി പ്രത്യേക രീതിയിൽ കൊടുത്ത് ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളൊക്കെ കാണാവുന്ന വിധം വസ്ത്രം ധരിച്ച് ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്നാണ് അർത്ഥം. ചുരിദാർ എന്ന സാധനം നമുക്കറിയാം, പണ്ട് പുരുഷന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അയഞ്ഞ ഒരു ഇതാണ്. അതിനെന്താ ജുബയും പാൻറ്റും ജുബയും എന്ന് പറയാം. അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെയുള്ള ഒരു ഇതാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾക്കായിട്ട് വന്നത്. സ്ത്രീകളത് ആ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാൻ ചുരിദാർ എന്നായി മാറി. അപ്പോൾ കർത്താവിന് നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. എന്താണ് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ? ലോകമെന്ന് പറയുന്നത് അശുദ്ധവും ഭീവത്സവും പൈശാചികവും പാപം നിറഞ്ഞതും തിന്മയുള്ളതും ആണ് ലോകത്തിലെ ജനസമൂഹം. ലോകത്തെ നമ്മൾ നോക്കരുത്. ക്രിസ്ത്യാനികൾ ലോകത്തെ നോക്കരുത്, ലോകത്തോട് ചേർന്ന് പോകരുത്, ലോകത്തോട് ഉൾക്കൊണ്ടു പോകരുത്, ലോകത്തെ ആഗ്രഹിച്ചു പോകരുത്, ലോകത്തെ ഇഷ്ടപ്പെട്ടു പോകരുത്, ഈ ലോകത്തോട് അനുരൂപരാകരുത്. അനുരൂപരാകുന്ന പറഞ്ഞാൽ അതേപിടി ആകുക. നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഒരു വസ്ത്രധാരണം കണ്ടിൽ നമ്മൾ അതേപിടിയുള്ള വസ്ത്രധാരണം കാനഡയിൽ നിന്ന് വരുന്ന കൊച്ച് അനുകരിക്കുന്നു. അല്ലെങ്കിൽ ഒരു നടൻ്റെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞപ്പം അതേപിടി നമ്മൾ ജോലിയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ അനുകരിക്കുന്നു. ഇങ്ങനെ അതേപിടി ലോകത്തോട് അനുരൂപരാകുക. അപ്പോൾ ലോകത്തോട് സാത്താനോട് അനുരൂപരാകുക എന്നതിനർത്ഥം. സാത്താനോട് നിങ്ങളുടെ അനുരൂപരാകരുതെന്നാണ് എൻ്റെ അർത്ഥം. ലോകം സാത്താൻ്റേതാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കും. ഇതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരുക്കമാണ്, ശരീരത്തിൻ്റെ വിശുദ്ധിയാണ്. ബലിവസ്തു എത്രമാത്രം വിശുദ്ധവും മഹത്വമുള്ളതായി ബലിവസ്തുവിനെ മനുഷ്യൻ കരുതുന്നുവോ അതുപോലെ മനുഷ്യ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ, സജീവ ബലിക്ക് തുല്യമായി സമർപ്പിക്കാൻ പറയുകയാണ് കർത്താവ്. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തോട് യാതൊരുവിധ അനുരൂപതയും കാണിക്കരുത്, ലോകത്തോട് യാതൊരുവിധ ചേർച്ചയും ചേർന്ന് നിങ്ങൾ നിൽക്കരുത്. ഈ ലോകത്തിലെ ഫാഷനെ മാറി നിങ്ങൾ ഉൾക്കൊള്ളരുത്. ലോകത്തിൻ്റെ കളറുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്, ലോകത്തിൻ്റെ ഡിസൈനുകൾ നമ്മൾ ഉപയോഗിക്കരുത്, ലോകത്തിൻ്റെ പ്രദർശന വസ്തുവായി നമ്മൾ മാറരുത്, ലോകത്തോട് ഒരിക്കലും അനുരൂപരാകരുത്. കർത്താവിനവരുടെ പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം എടുത്തു മാറ്റി ആത്മാവിൻ്റെ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങാൻ കർത്താവ് അല്പസമയം നിങ്ങൾ പറഞ്ഞില്ലേ? അതാണ് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം. ഏതാണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്നിലങ്ങ് നിറഞ്ഞാൽ ഞാനിതെല്ലാം വലിച്ചെറിയും. പറയപ്പെട്ടവരെ, ഈ ലോകത്തിലെ എല്ലാ ജഡമോഹവും അതിൻ്റെ വസ്തുക്കളും ആഡംബരവും വെറുത്ത് ഉപേക്ഷിക്കും, വലിച്ചെറിയും. ഈ ലോകത്തോട് നമ്മളൊരു സാമാന്യ മര്യാദയ്ക്കുള്ള ഒരു ചെറിയ വസ്ത്രം ധരിച്ച് ഒരു മീഡിയം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചെറിയ വാഹനത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി ഈ ലോകത്തങ്ങ് ജീവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്,
നിങ്ങൾ മറ്റുള്ളവർ വലിയ വീടുകൾ പണിതേക്കാം, വലിയ കാറുകൾ മേടിച്ചേക്കാം, അവരുടെ മക്കൾ അമേരിക്കയിലെ മോഡൽ വസ്ത്രം ധരിച്ചേക്കാം. പക്ഷേ എൻ്റെ മകനോ മകളോ എൻ്റെ മകൻ കല്യാണം കഴിച്ച് വരുന്ന ഭാര്യയോ അത് ഉപയോഗിക്കരുത്. അവരോട് പറയണം, നേരത്തെ പറയണം, മക്കളെ ലോക യുഗാന്ത്യത്തിലാണുള്ളത്, അതുകൊണ്ട് ഈ രീതിയിലുള്ള വസ്ത്രധാരണം ഒന്നും പാടില്ല, ഒരു പ്രത്യേക രീതിയിൽ വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞുകൊണ്ട് കടമ നമുക്കുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരികയില്ല. ആ മകനോ മകളോ നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നീതിയുള്ളവരായിട്ട് മാറും. കർത്താവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മക്കളെ വിവാഹം കഴിച്ചാൽ, എനിക്ക് 2 ആൺമക്കളുണ്ട്, അവർ വിവാഹം കഴിച്ചാൽ ഞാൻ തുറന്നു പറയും, മകനെ മകളെ ഇതാ ഈ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളെ പാടുള്ളൂ ഭവനത്തിൽ, ഈ രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ ധിക്കരിച്ചാൽ, അവർ സ്വന്തമായി ജീവിച്ചാൽ അവരെ അവിടെ പാട്ടിന് വിട്ടേക്കുക. കർത്താവ് ബാക്കി പ്രവർത്തിച്ചോളും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണം കർത്താവ് പറഞ്ഞത്. അത് തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, അവർക്ക് ഇസ്രായേലിന് എന്ന് പറഞ്ഞ സഭയ്ക്ക് അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചൊരു വചനം കൂടെ നമ്മൾ വായിക്കണം. അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. അവിടെ ഇപ്രകാരം വേണ്ടി അവർക്ക് ഇസ്രായേലിന് ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഇങ്ങനെയാണ്. 10-ാം അധ്യായം 2-ാം തിരുവചനം, റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കർത്താവ് പറയാണ്, സഹോദരനെ, ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണമെന്നാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ക്രിസ്ത്യാനികൾക്കൊക്കെ ദൈവത്തെക്കുറിച്ച് കുറച്ച് തീക്ഷ്ണതയൊക്കെ ഉണ്ട്. ദേവാലയത്തിൽ നല്ല വസ്ത്രം ധരിച്ച് ഇങ്ങനെ ദേവാലയത്തിൽ പോകണം, മിടുക്കരായിട്ട് നിൽക്കണം, മിടുക്കരായിട്ട് പോകണം, എന്നെ ഇച്ചിരി ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല, വെച്ചാൽ കാണണം, എൻ്റെ മകൾ ഓസ്ട്രേലിയയിലാണ്, അങ്ങനെയൊക്കെയാണ് ഒക്കെ വിചാരിച്ചുകൊണ്ടാണെങ്കിലും ദേവാലയത്തിൽ വരാൻ താല്പര്യമുണ്ട്. എല്ലാ ഞായറാഴ്ചയും പള്ളി വരും, ചിലപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വന്നു വരും. ദൈവത്തെക്കുറിച്ച് ഒരു തീക്ഷ്ണതയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നേ ഉള്ളൂ. ആണോ? അപ്പം നമുക്ക് ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ദൈവത്തെക്കുറിച്ച് വളരെ തീക്ഷ്ണതയും സ്നേഹവും ജ്വലനവും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ജീവിത ശൈലി വളരെ മോശമാണ്. എനിക്ക് വൈകിട്ട് ഇറങ്ങി ലേശം ആരും അറിയാണ്ട് ലേശം മദ്യം കഴിക്കണം, ഞാൻ ആരും അറിയാതെ ലേശം നാക്കിനടിച്ച് തിരുമിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ അത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എൻ്റെ തീക്ഷ്ണത. അപ്പം ഞാൻ എത്ര ജ്വലിക്കുന്നവനാണേലും, യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നവനാണേലും, ശുശ്രൂഷ ചെയ്യുന്നവനാണേലും, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പോയില്ലേ എല്ലാം. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ചുരിദാറുകൾ ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വസ്ത്രധാരണമല്ല ഇന്ന് കേരള സഭയിലും ഭാരത സഭയിലും ആഗോള സഭയിലും സംഭവിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞ വചനമാണ്, ഞാൻ ഉണ്ടാക്കി പറയല്ല പ്രിയപ്പെട്ടവരെ. ഇത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശരിയായ അറിവ്? ഇതിനു മുമ്പ് പറഞ്ഞ വചനങ്ങളെല്ലാം ശരിയായ അറിവാണ്. എന്നിൽ നിന്നും നീ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങുക, എന്നിൽ നിന്ന് നീ ശുഭ്രവസ്ത്രങ്ങൾ ചോദിച്ചു വാങ്ങുക, ഞാൻ നിനക്ക് ശുഭ്രവസ്ത്രം തരാം, ഞാൻ നിനക്ക് സ്വർണം കൊണ്ടുള്ള ആ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണത്തെ ഞാൻ നിനക്ക് തരാം. പരിശുദ്ധാത്മാവ് എന്ന് വരുമ്പോൾ നമ്മളെ വിവേചിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ആ വസ്ത്രം വാങ്ങരുത്, ആ വസ്ത്രം പള്ളി കൊണ്ടുപോകരുത്, അത് ശരിയാകില്ല, ഇത് ശരി, ഈ നിറം പള്ളിക്കത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ശരിയാവില്ല, അതെൻ്റെ ഈശോയ്ക്ക് ആ വിവേചനം, ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ ദേവാലയത്തിൽ പോകാൻ വേണ്ടി ചുരിദാർ ഇങ്ങനെ കളറുള്ളത്, ഒരു ചുമന്നതും മഞ്ഞയായിട്ടുള്ള കളറുള്ള ചുരിദാർ വലിച്ചിങ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, അരുത്, ഈ വസ്ത്രം ഇടരുത്, ഇതിട്ട് പള്ളി പോകരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. ശരിയായ അറിവ് എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ വചനങ്ങളാണ് മുമ്പിൽ നിങ്ങൾക്ക് തന്നത്. അവർക്ക് ഇസ്രായേലിനെ കുറിച്ച്, അവർക്കെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച്, നമ്മൾ പറയുമ്പോൾ സഭയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നാൽ ഇത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് പോലും ശരിയായ അറിവ് ഈ കാര്യത്തിലില്ല. വസ്ത്രദാനത്തെ സംബന്ധിച്ച് അവരുടെ മതബോധന കേന്ദ്രത്തിൽ എന്തൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്മാർ പറയണം, പള്ളിയിലത് പറയണം, അച്ഛന്മാർ പറയണം, ഈ വസ്ത്രം ധരിച്ചിങ്ങനെ വരരുത്, ദേവാലയത്തിൽ പറയാം. പള്ളി കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണത് പറ്റുമോ? കുരിശടി എത്ര ഉണ്ടാക്കാം, കുരിശുപള്ളി എത്ര ഉണ്ടാക്കാം എന്നുള്ള ചിന്ത മാത്രമേ നമ്മുടെ കത്തോലിക്ക സഭയ്ക്കും വൈദികർക്കും ഉള്ളൂ, കമ്മിറ്റിക്കാർക്കും അതേ ഉള്ളൂ. ഈ ഏത് വിസ്തൃതിയുള്ള വസ്ത്രം ധരിച്ച് വന്നാലും, ഏത് അശുദ്ധി ദേവാലയത്തിൽ കഥ കണ്ടാലും പള്ളിക്കമ്മിറ്റിക്കോ അച്ഛന്മാർക്കോ യാതൊരു കുഴപ്പമില്ല. ഇത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ സഭ പോകുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം ഇതിനേക്കാൾ ഭയാനകമായ രീതിയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം, റോമക്കാർക്ക് 6:12, അതുകൊണ്ട് ജഡമോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം, റോമർ 6:12. അവിടെ കർത്താവ് പറയുന്നത് ഇതെല്ലാം ജഡത്തിൻ്റെ മോഹങ്ങളാണ്. ആ ജഡമോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ നിൽക്കരുത്. അങ്ങനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെ, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം. അവിടെ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം ജഡമോഹമാണ്. ജഡം എന്ന് പറഞ്ഞാൽ മരണമോഹമാണ്. മരിച്ച് അഗാധങ്ങളിലേക്ക് പോകുന്ന, നശിച്ചു പോകുന്ന മോഹങ്ങളാണ്. അത് നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഇതെല്ലാം പാപമാണ്, പാപത്തിൻ്റെ തിന്മയുടെ പ്രവൃത്തി രൂപമാണ്. അത് നിങ്ങളുടെ മരിച്ചു പോകുന്ന ശരീരത്തിൽ, മരണത്തിന് വിധേയമായ നിങ്ങളുടെ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നടത്തരുത്. കാരണം ഇത് തിന്മയാണ്. തിന്മ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ഈ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ നിങ്ങൾ ധരിച്ചുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾക്ക് റാപ്ചർ സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. റാപ്ചർ എന്ന ഭാഗം ചിന്തിക്കാനേ നിങ്ങൾ നിന്നേക്കരുത്. കിട്ടില്ല. ഇത് വചനങ്ങൾ ഓരോന്ന് പറയുകയാണ് ഞാൻ. അതുകൊണ്ടാണ് റാപ്ചറിൻ്റെ ഒരുക്കത്തിൻ്റെ ക്ലാസ് തന്നെയാണിത്, പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അനീതിയുടെ ഉപകരണങ്ങളായി നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ ശരീരത്തെ അനീതി, ദുഷ്ടത, അശുദ്ധി, അത് ആ അവയവങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഇപ്പോൾ ഭാര്യയുടെ അവയവമാണ് ഭർത്താവ്, ഭർത്താവിൻ്റെ അവയവമാണ് ഭാര്യ, ഭാര്യയുടെ ഭർത്താവിൻ്റെയും ശരീരത്തിൻ്റെ അവയവമാണ് ആര്? മക്കൾ. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ശരീരഘടനകൾ, അതെല്ലാം അതോട് ചേർന്ന് വരുന്ന അർത്ഥങ്ങളാണ്. ഇത് പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുക. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് കടന്നു പോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് വസ്ത്രധാരണത്തെ സംബന്ധിച്ച് റാപ്ചറിന് ഒരുങ്ങുന്ന എല്ലാ സ്ത്രീകളും, റാപ്ചറിന് ഒരുങ്ങുന്ന ഏതൊരു വ്യക്തിയും, ഇതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ സഭാവിഭാഗങ്ങളോ ഇല്ല. ഈ ക്ലാസ് ആർക്ക് വേണമെങ്കിലും കേട്ടിട്ട് അതനുസരിച്ച് ജീവിച്ച് ക്രമീകരിക്കാൻ പറ്റുന്നവർക്ക് ക്രമീകരിക്കാം. പക്ഷേ നമ്മൾ കത്തോലിക്ക സഭയെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ് വ്യക്തമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ പാപത്തിന് സമർപ്പിക്കരുത്. അതുകൊണ്ട് ജഡഭോഗങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. 22:10 വചനം, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമാക്കാർക്ക് ലേഖനം തന്നെ 22:10 വരുമ്പോൾ ഇതിൻ്റെ സംഭവം വെച്ചാൽ മരണം എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റാപ്ചറിനകത്ത് നമ്മൾ കേട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 22:10 വരുമ്പോൾ 22:10 10-ാം വചനം, 6:10 വചനത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അത് വചനം നോക്കിയിട്ട് കണ്ടില്ല പ്രിയപ്പെട്ടവരെ. അതാണ് അതിന് ഞാൻ കണ്ടുപിടിച്ച് വെച്ചത് വചനം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് മരണത്തിന് അവിടെ റാപ്ചറില്ല, നിദ്രയില്ല, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയാണെന്നൊരു ഭാഗ്യമാണ്, അതില്ല. ക്രിസ്തുവിൽ മരണമടഞ്ഞവർ, അപ്പം യേശു വരുന്ന മുമ്പ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ മരിച്ചവർ ക്രിസ്തുവിൽ മരണമടഞ്ഞവരാണ്. ക്രിസ്തുവിൽ മരണമടഞ്ഞവരെന്ന് പറയുന്നത് ക്രിസ്തു വരുന്ന മുമ്പ് ഉണ്ടായിരുന്ന യേശു ക്രിസ്തു വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സമരിയാക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു വരും, ക്രിസ്തുവിനാണ് ഞങ്ങൾ മരണമടഞ്ഞെന്നുള്ള വിശ്വാസത്തിലും ധാരണയിലും ബോധ്യത്തിലുമാണ് അവർ മരിച്ചു പോയത്. അവർക്ക് ക്രിസ്തുവിൽ വന്നിട്ട് ആദ്യം ഉയർത്തെഴുന്നേൽക്കാം. അവർക്കൊരു ഈർപ്പ് കർത്താവ് കൊടുക്കുന്നുണ്ട്. അവർ നമ്മൾ ജീവിച്ചിരിക്കുന്നവരും ഇപ്പൊക്കെ നിദ്ര വായിച്ചു പോകുന്നവരാണെപ്പോലും അവരാദ്യം ഉയർത്ത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുള്ളൂ. അതുവരെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ, ഇങ്ങനെ കുറേയേറെ യാഥാർത്ഥ്യങ്ങൾ, തിരുവചനത്തെ സംബന്ധിക്കുന്ന ഏറെ വചനങ്ങൾ നമ്മൾ കണ്ട് പഠിച്ച് നമ്മൾ വെച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടാതെ വരും. അതുകൊണ്ടാണ് മരണം വേണ്ട, നിദ്ര, റാപ്ചർ, മൃതി ഇത് മതി എന്നുള്ളവർ ശിരോവസ്ത്രം നന്നായി ധരിക്കണം. അതുമാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് മരണവസ്ത്രം ഉപയോഗിക്കരുത്. നമ്മുടെ ചുരിദാറുകളും ഇന്നത്തെ ബർമൂഡകളും ഇന്നത്തെ ജീൻസും സാധനമെല്ലാം മരണവസ്ത്രമാണ്. ഇത് നമുക്ക് വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്ന സമയം വരുന്നുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്നും ധരിച്ചേക്കരുത്. അത് വലിയ അപകടം വരുത്തി വെക്കും. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 25-ാം തിരുവചനം, അവർ ഇസ്രായേൽ, ഇപ്പോൾ സഭ സൃഷ്ടാവിലൊരുങ്ങിയ സൃഷ്ടിയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. അവർ എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ. ഇപ്പോൾ നമ്മളത് സഭ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയുണ്ട്.
അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാവുന്നത്. സൃഷ്ടാവ് എന്ന് പറയുന്നതാണ് ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിത്വൈക ദൈവത്തിൻ്റെ ഓരോ ഭാഗമാണ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശു ശരീരരൂപം, പരിശുദ്ധാത്മാവ് അതിൻ്റെ അഗ്നിരൂപം, ആത്മരൂപം അഥവാ അഗ്നിരൂപം. ആദ്യം സീനായ് മലയിൽ കണ്ടത് എന്തായിരുന്നു? അഗ്നിയും ശബ്ദവും മേഘവും. അത് ശരീരരൂപം പ്രാപിച്ച് യേശു ക്രിസ്തു വന്നു. അത് പിന്നീട് പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടു അഗ്നിരൂപത്തിൽ. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് സൃഷ്ടിച്ച ദൈവം. ആ സൃഷ്ടിയേക്കാൾ അധികമായി സൃഷ്ടാവിനേക്കാൾ അധികമായി സൃഷ്ടിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഇപ്പം IELTS, OILTS, ജോലികൾ, കാറുകൾ, ചുരിദാറുകൾ, ബർമൂഡകൾ, മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, 2 നില വാർക്ക വീടുകൾ, ഇത് എല്ലാം സൃഷ്ടവസ്തുക്കളാണ്. സൃഷ്ടവസ്തുക്കളെയാണ് നമുക്ക് ഏറ്റവും താല്പര്യം. അത് സേവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. സേവിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനെയാണ് നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. വലിയ വീട് പണിയുന്നു, നല്ല കാറ് മേടിക്കുന്നു, നല്ല വസ്ത്രം മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം നമ്മൾ ഇത്തരം വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? സൃഷ്ടിയെ വെറുത്ത് നിങ്ങൾ പിതാവിനെ മറന്ന് ഈ സൃഷ്ടവസ്തുക്കളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചാണ്. അതിന് വെളിപാട് 18:5 കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത്? എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലവിൻ. ഇത് സൃഷ്ടിയെ സേവിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇതിൻ്റെ പിന്നിൽ തന്നെ അതിൻ്റെ വ്യക്തമായ സംഭവങ്ങൾ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. ഇനി അടുത്തൊരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുള്ളത് വിലാപത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനമാണ്. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. വിലാപം 1:9. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിൽ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉള്ള വിശുദ്ധിയാണോ അശുദ്ധിയാണോ എന്നറിയാൻ അവളുടെ വസ്ത്രത്തെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല ഇറുകിയൊരു ജീൻസ്, നല്ല ഇറുകിയൊരു ബനിയൻ പോലത്തെ സാധനം, എല്ലാ ശരീരവയങ്ങളും, അതിന് കൈയില്ല, ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട്. ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ, ഒരു കാനഡയിലാണ് ജോലിക്ക് അവധിക്ക് നാട്ടിൽ വന്നതാണ്, നമ്മുടെ പള്ളിയിൽ വന്നിരിക്കുക, അല്ല നമ്മുടെ അടുത്ത് വന്നിരിക്കുക ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആ സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ എന്താ തോന്നുക? നമ്മൾ പൊതുവായിട്ട് ജനം പറയും, ഇത്ര സുന്ദരി, എത്ര മോഹനമായിട്ടാണ് വസ്ത്രം ധരിച്ചിരുന്നത്, കണ്ടാൽ എന്ത് രസമാണ്, ഒന്നും കൂടെ നോക്കിയേക്കാൻ വിചാരിച്ച് നമ്മൾ നോക്കും. പക്ഷേ അത് അശുദ്ധിയാണെന്ന് കർത്താവ് പറഞ്ഞു. അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു സ്ത്രീ കേരള സഭയുടെ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചിരുന്നാൽ അന്നത്തെ പള്ളി കമ്മിറ്റി കയറി അടിക്കുമായിരുന്നു. ആ അപ്പനെ അമ്മയും പള്ളിക്ക് ചവിട്ടി പുറത്താക്കുമായിരുന്നു. ഇതെന്ത് വസ്ത്രമാണ്, ഏത് വസ്ത്രമാണ് ധരിച്ച് ആലോചിച്ചിട്ടാണ് ഈ വസ്ത്രം ധരിച്ചു വിടുന്നത്? അന്നത്തെ അച്ഛന്മാർക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നു. ഇന്ന് ചോദിക്കുമോ? ഇന്ന് ചോദിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പൈസ ഇച്ചിരി ലുക്കിൽ വല്ലവൻ്റെയും കുറച്ച് പൈസ, ഇച്ചിരി ഗൾഫിലെ പൈസ, ഇച്ചിരി UK പൈസ, ഇച്ചിരി കാനഡ പൈസ, ഇച്ചിരി ഓസ്ട്രേലിയ പൈസ, അവിടെ പോയി തലയും കുത്തി മറിഞ്ഞ് കിടന്ന് പണിയെടുത്തിട്ടാണ്. അവരുടെ കക്കൂസ് കഴിയിട്ട് വാരിയിട്ടൊക്കെയാണ്. അത് മോശമാണ്, കക്കൂസ് കഴിയുന്നത് മോശമാണെന്നല്ല, പക്ഷേ അത് അഹങ്കരിച്ചിട്ടാണ്. ഞാൻ അവിടെ അതാ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ല. ഞാൻ എന്നിട്ട് 1.5 ലക്ഷം 2 ലക്ഷം മേടിച്ച് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കർത്താവ് അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. വിലാപം 1:9. വചനം പഠിക്കണം പ്രിയപ്പെട്ടവരെ.